ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കിന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്ന അഗ്ലോണിമ ഇത് നമുക്ക് ലേശം റഫായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ അഗ്ലോണിമ നമ്മൾ 8-10 തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. 100 രൂപയാണ് നമുക്ക് റേറ്റ്. അപ്പം അതുപോലെ ഈ തെച്ചി നല്ല തെച്ചിയാണ് കേട്ടോ. അത് നല്ല ചുവപ്പ് കളറാണ്, നല്ല വെയിലൊക്കെ ഉണ്ട്, നിറച്ചും പൂർണ്ണ തെച്ചികളാണ് കേട്ടോ. അപ്പം ഇതും വേണ്ടവർ ഞാൻ കൊടുക്കുന്ന ഈ ഫോൺ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 100 രൂപയാണ് നമ്മൾ അഗ്ലോണിമൻ്റെ വില. അതുപോലെ തെച്ചീൻ്റെ വില 25 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല പൂവിടാൻ പാകത്തിലുള്ള തൈകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല വലിയ തൈകൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ അഗ്ലോണിമ. ഇത് നല്ല വെയിലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ ലീഫിനൊക്കെ അത്ര കളർ കേട്ടോ. അതുപോലെ ഈ സിങ്കോണിയംസും, ഈ ഒരു സിങ്കോണിയംസ് ഒരു മുരടിന് നമ്മൾ 20 രൂപയാണ് കേട്ടോ കൊടുക്കുന്നത്, റേറ്റ് പറയുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റുകളൊക്കെ വേണ്ടവരൊന്ന് മെസ്സേജ് ആക്കാം കേട്ടോ. ഞാനിതൊക്കെ വെവ്വേറെ തൈകളാക്കിയിട്ട് പിടിപ്പിച്ചിട്ട് കൊണ്ടിട്ടുണ്ട്. തൈകളായി കഴിഞ്ഞാൽ നമ്മൾ സെയിലിന് ഇടും കേട്ടോ. ഞാൻ പുറത്തുനിന്ന് ചെടികൾ ഇറക്കിയിട്ടല്ല, എൻ്റെ കയ്യിൽ സ്വന്തം ചെടി വെച്ചിട്ടാണ് ഞാൻ പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു പൂവ് എത്ര പേരുടെ വീട്ടിലുണ്ട്? ഇപ്പോൾ ഇതിൻ്റെ സീസൺ എന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാൻ, പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമകളും ഫേൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ വലുതായിട്ട് ഞാനത് സെയിലിനിടും. കലാത്തിയകൾ, അഗ്ലോണിമകൾ, കലാത്തിയും അഗ്ലോണിമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ കാരണം അധികം മെയിൻ്റനൻസ് വേണ്ട, അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പം കുറേ വളമിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി, ചകിരിച്ചോറിട്ട് കൊടുക്കുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും അതിന് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അന്ന് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തതൊക്കെ പുതിയ തൈകളായിട്ട് മുളച്ച് വരുന്നുണ്ട്. അതും കുറച്ചൊരു വലുതായി കഴിഞ്ഞ് ഞാൻ സെയിലിന് നമ്മുടെ ഗ്രൂപ്പിലൂടെ കുറഞ്ഞ റേറ്റിനായിരിക്കും ഇവിടെ കേട്ടോ. 25-50 രൂപയൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലായിരിക്കും. അപ്പം ഇവിടെ അടുത്തൊരു ആമ്പൽപ്പാടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ കൂടെ പോയതായിരുന്നു കേട്ടോ. എത്രയും ആമ്പലുണ്ടായത്, പക്ഷേ ഞാൻ പോയതൊരു വൈകുന്നേരം ആയതുകൊണ്ട് ഇതൊക്കെ കൂമ്പിപ്പോയിട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയത് ചെറിയത് എടുത്ത് പോരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, ഫുള്ള് ചെളിയല്ലേ, എടുക്കാനൊന്നും കഴിയില്ല. എന്തായാലും അങ്ങനെ നിരാശയോടെ ഞാൻ മടങ്ങി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ. ഓക്കെ.